ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. ഫോൺ 8078000222. കെ രാധാകൃഷ്ണൻ MP വോട്ട് രേഖപ്പെടുത്തി. തൊണ്ണൂറുകര AUP സ്കൂളിൽ ബൂത്ത് നമ്പർ 93-ലെത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 10:30 കെ രാധാകൃഷ്ണൻ MP വോട്ടെടുപ്പ് കേന്ദ്രത്തിലെത്തിയത്. LDF-ന് തുടർഭരണം ഉറപ്പെന്നും ചേലക്കര നിയോജക മണ്ഡലത്തിൽ മികച്ച ഭൂരിപക്ഷത്തോടെ UR പ്രദീപ് വിജയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിഞ്ഞു. ഇവിടെ ഈ തെരഞ്ഞെടുപ്പിൽ വലിയ ക്യാമ്പയിനായിരുന്നു നടന്നത്. വളരെ കുറച്ച് ദിവസമാണ് കിട്ടിയെങ്കിൽ പോലും വലിയ രീതിയിലുള്ള പ്രചാരവേലയാണ് സ്വീകരിച്ചത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായിട്ടുള്ള വലിയ പ്രചരണങ്ങൾ, കള്ളപ്രചരണങ്ങളെല്ലാം നല്ലപോലെ നടത്തുകയാണ്. അതിനെല്ലാം അതിജീവിക്കാവുന്ന രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും പ്രചരണം നടത്തുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായി തെരഞ്ഞെടുപ്പ് മാറണം എന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യം നമ്മുടെ സംസ്ഥാനത്ത് ആ 10 വർഷത്തിനുള്ളിൽ നമ്മുടെ കേരളം ഇന്ന് വരെ കാണാത്ത വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് വികസന രംഗത്തും ക്ഷേമ പ്രവർത്തന രംഗത്തും വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞ 10 വർഷമാണ് കടന്നുപോയത്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് സമയത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ അത് നടപ്പിലാക്കുന്ന കാര്യത്തിലും വലിയ ഉത്തരവാദിത്തമാണ് ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെൻറ് കാണിച്ചത്. തീർച്ചയായിട്ടും അത് നമ്മുടെ നാട്ടിൽ നല്ലപോലെ ചർച്ച ചെയ്തു. ഒരു കാരണവശാലും വികസനവും ക്ഷേമവും ചർച്ച ചെയ്യപ്പെടാൻ പാടില്ലെന്നാണ് UDF-ഉം BJP എല്ലാം ആഗ്രഹിച്ചത്. പക്ഷേ ജനങ്ങൾ ചർച്ച ചെയ്തത് വികസനവും ക്ഷേമവും തന്നെ. അങ്ങനെ വികസന പ്രവർത്തനവും ക്ഷേമ പ്രവർത്തനവും വിലയിരുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വോട്ട് ചെയ്താൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചരിത്രം കുറിച്ചുകൊണ്ട് 3ാം തവണയും അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. അപ്പോൾ ആ രീതിയിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വീണ്ടും വരണം എന്നാഗ്രഹിക്കുന്ന വലിയ പൊതുജനഭാവം. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് നടപ്പിലാക്കിയ ഒട്ടേറെ പ്രവർത്തനങ്ങൾ കണ്ട് മനസ്സിലാക്കിയ ആരെങ്കിലും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാവരും വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനവും തൊട്ടറിഞ്ഞതാണ്. അപ്പം അതോടൊപ്പം തന്നെയാണ് നമ്മുടെ നാടിൻ്റെ ഐക്യവും ഒരുമയും ഒക്കെ നിലനിർത്താൻ വേണ്ടിയുള്ള വലിയ ഇടപെടലും ഗവൺമെൻറ് ഭാഗത്തുണ്ട്. നമ്മുടെ രാജ്യത്ത് പല സ്ഥലത്തും പലതരത്തിലുള്ള കലാപങ്ങളും വിധ്വംസക പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്ന സമയത്ത്, അല്ലെങ്കിൽ വർഗീയ കലാപം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ കേരളം കഴിഞ്ഞ 10 വർഷമായിട്ട് അത്തരമൊരു സംഭവം ഉണ്ടായില്ല. ഹിന്ദുവും മുസ്ലിമാനും ക്രിസ്ത്യാനിയും എല്ലാം ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കുന്ന ഒരു അവസ്ഥ നമ്മുടെ കേരളത്തിലുണ്ടായി. കഴിഞ്ഞ 10 വർഷക്കാലം ഒരു തരത്തിലുള്ള സംഘർഷവുമില്ലാതെ നമ്മുടെ നാട് മുന്നോട്ട്. ആ അർത്ഥത്തിലെല്ലാം നോക്കുമ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ബദൽ നയങ്ങൾ നാട്ടിൽ നടപ്പിലാക്കിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ആ ബദൽ നയങ്ങൾ ജനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു. തുടർഭരണം ഉണ്ടായതിൻ്റെ നേട്ടം ജനങ്ങൾ മനസ്സിലാക്കി. നമുക്കറിയാം, മുൻകാലങ്ങളിൽ ഇടതുപക്ഷ ഗവൺമെൻറ്റുകളെല്ലാം അധികാരത്തിൽ വന്നെങ്കിലും ആ ഗവൺമെൻറ്റുകൾക്കൊന്നും തന്നെ തുടർച്ചയുണ്ടായിരുന്നു. ആ തുടർച്ച ഉണ്ടാകാതെ പോയത് നമ്മുടെ നാടിന് വലിയ നാശമാണ് ഉണ്ടായത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് 2021 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടർഭരണം സമ്മാനിക്കാൻ ജനങ്ങൾ തയ്യാറാണ്. അങ്ങനെ തുടർഭരണം ലഭിച്ചത് നാടിൻ്റെ വികസന പ്രക്രിയകളും അതുപോലെ തന്നെ ക്ഷേമ പ്രവർത്തനം കൂടുതൽ മുന്നോട്ട് കൊണ്ടു. ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിട്ടുകൊണ്ടാണ് നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. സാമ്പത്തികമായിട്ട് തകർക്കാൻ വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും ഉണ്ടായി കേന്ദ്ര ഗവൺമെൻറ് ഭാഗത്തുനിന്ന്. അതിന് സപ്പോർട്ട് ചെയ്യുന്ന നിലപാടാണ് പലപ്പോഴും UDF സ്വീകരിച്ചത്. ആ സാമ്പത്തിക പ്രയാസത്തിൻ്റെയും പ്രതിസന്ധിൻ്റെ ഇടയിലാണ് നമ്മുടെ നാട് ഇത്രയേറെ മുന്നേറ്റമുണ്ടാക്കിയത് എന്നുള്ളത് നമുക്കെല്ലാം വലിയ ആവേശം നൽകുന്നു. അതുകൊണ്ട് തന്നെ തുടർന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ നമ്മുടെ സംസ്ഥാനത്ത് അധികാരത്തിൽ വരണമെന്നാണ് മഹാഭൂരിപക്ഷം ആളുകളും ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് 3ാം തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി ജനങ്ങൾ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 96 മുതൽ തുടർച്ചയായി ജയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ 7 തവണയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികളാണ് വിജയിച്ചത്. ഇപ്രാവശ്യം നമ്മുടെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന നിലവിലുള്ള MLA ആയ സഖാവ് യു ആർ പ്രദീപിനെ 8ാം തവണയും അല്ലെങ്കിൽ തുടർച്ചയായി 8ാം തവണയും ഇടതുപക്ഷ മുന്നണിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ പ്രവർത്തനമാണ് നമ്മുടെ നാട്ടിലെങ്കിൽ കാണാൻ കഴിയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സഖാവ് യു ആർ പ്രദീപിനെ വിജയിപ്പിക്കാൻ വേണ്ടി ജനങ്ങൾ സന്നദ്ധമാകും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ചേലക്കര ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാത്രമകലെ തോന്നൂർക്കര അയ്യപ്പൻ കോവിലിനു സമീപം വീട് വയ്ക്കാൻ അനുയോജ്യമായ 1 ഏക്കർ 2 സെന്റ് സ്ഥലം വിൽപ്പനയ്ക്ക്. സ്ഥലത്ത് തെങ്ങ്, കവുങ്ങ്, കുരുമുളക്, മറ്റു ഫലവൃക്ഷങ്ങൾ, കുഴൽക്കിണർ, കോൺക്രീറ്റ് റോഡ് തുടങ്ങിയ സൗകര്യങ്ങൾ. ഫോൺ 8078 000 222 62 384 22503.